തുടർച്ചയായി ദുരന്ത വാർത്തകൾ കേരളത്തെ വലയ്ക്കുമ്പോൾ നാട്ടിൽ നിന്നും മാത്രമല്ല നാടിനു പുറത്തുനിന്നും വരുന്നത് ഇത്തരത്തിൽ കേരളത്തെ വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ്. ധാരാളം പ്രവാസികളുള്ള നാടാണ് നമ്മുടേത്. അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി വർഷം തോറും നിരവധി ആളുകളാണ് പോകാറുള്ളത്. പ്രവാസ ജീവിതത്തെ നയിക്കാൻ അവിടെ എത്തി അവിടുത്തെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കേണ്ടി വരുന്ന മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയും ഈ അടുത്തായി കണ്ടുവരുന്നുണ്ട്. ഏറ്റവും അടുത്തായി UAE-യിൽ കൊലക്കേസിൽ ഉൾപ്പെട്ട മലയാളികളായ മുഹമ്മദ് റിനാഷ് അരങ്ങിലോട്ട്, മുരളീധരൻ പെരുന്തട്ട വളപ്പിൽ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. UAE-യിലെ ഇന്ത്യൻ എംബസി പ്രതികൾക്ക് നിയമസഹായവും മറ്റും നൽകിയിരുന്നു. സർക്കാർ ദയാഹർജി നൽകിയതുൾപ്പെടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ പരിശ്രമവും അധികൃതർ നടത്തിയിരുന്നു. പക്ഷേ ഫെബ്രുവരി 28-ന് ഇരുവരുടെയും വധശിക്ഷ നടപ്പാക്കിയതായി UAE അധികൃതർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുകയായിരുന്നു. UAE-യിൽ വധശിക്ഷയ്ക്ക് വിധേയയായ UP സ്വദേശി ഷഹസാദി ഖാന്റെ വാർത്ത വന്നതിന് പിന്നാലെയായിരുന്നു ഈ വാർത്തയും പുറത്തുവരുന്നത്. കെയർ ഗിവറായി ജോലി ചെയ്തിരുന്ന വീട്ടിലെ 4 മാസം പ്രായമായ കുട്ടി മരണപ്പെട്ടതിനു കാരണം ഷഹസാദിയാണെന്ന് കണ്ടെത്തിയാണ് അബുദാബി കോടതി ഷഹസാദി ഖാനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഫെബ്രുവരി 15-ന് വധശിക്ഷ നടപ്പാക്കിയെങ്കിലും ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിക്കുന്നത് ഫെബ്രുവരി 28-നാണ്. പക്ഷേ മകൾ നിരപരാധിയാണെന്നും മകൾക്ക് നീതി ലഭിച്ചില്ലെന്നും ഷഹസാദിയുടെ പിതാവ് പറഞ്ഞിരുന്നു. തുടർച്ചയായി ഇന്ത്യക്കാരുടെ മേൽ വധശിക്ഷ വീഴുന്ന ഒരു സാഹചര്യം പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യൻ സർക്കാർ അടുത്തിടെ 54 പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായി അറിയിച്ചിരുന്നു. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള 86 വ്യത്യസ്ത ജയിലുകളിലായി 10,152 ഇന്ത്യക്കാരുണ്ട്. ഇത് ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികളെയും ഫലപ്രദമായ കോൺസുലർ പിന്തുണയുടെ ആവശ്യകതയെയും സൂചിപ്പിക്കുന്നു. UAE കൂടാതെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരുണ്ട്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് വധശിക്ഷ ലഭിക്കുന്ന രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കകൾ നിലനിൽക്കുന്ന 2 കേസുകളാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊച്ചി സ്വദേശിനിയായ നഴ്സ് നിമിഷപ്രിയയുടേതും സൗദി അറേബ്യയിലെ മച്ചുലകത്ത് അബ്ദുൾ റഹീമിന്റെ കേസും. നിമിഷയ്ക്കൊപ്പം ക്ലിനിക്ക് നടത്തിയിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയെ കൂട്ടുകാരി ഹനാനൊപ്പം ചേർന്ന് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നിമിഷപ്രിയയ്ക്ക് മേൽ ചുമത്തിയ കുറ്റം. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 2017 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓഗസ്റ്റിൽ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റും ചെയ്തു. മാപ്പ് നൽകുന്നതിനുള്ള ചർച്ചകളിലൂടെ അവരുടെ മോചനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഒന്നും കാര്യമായ ഫലം കാണുന്നില്ല. അതുപോലെയാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചുലകത്ത് അബ്ദുൾ റഹീമിന്റെ കാര്യവും. തുടർച്ചയായ 9 തവണയും റഹീമിന്റെ കേസ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. 2006 നവംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത്. വിചാരണയ്ക്കൊടുവിൽ റിയാദിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. 1.5 കോടി സൗദി റിയാൽ മോചനദ്രവ്യം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ കോടതി വധശിക്ഷ ഒഴിവാക്കി നൽകി. പൊതു അവകാശ പ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാവാത്തതിനാലാണ് മോചന ഉത്തരവ് നീളുന്നത്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ ദുരവസ്ഥ കുടിയേറ്റ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിലുടമകൾ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നത്, വേതന പേയ്മെന്റുകൾ വൈകിപ്പിക്കൽ, നിലവാരമില്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയൊക്കെ പ്രവാസികൾ അനുഭവിക്കുന്ന സ്ഥിരം പരാതികളാണ്. ശരീഅത്ത് നിയമത്തിന്റെ കർശനമായ നിബന്ധനകൾ കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്ത്യൻ പ്രവാസികളുടെ ജീവിതത്തെയും അവകാശങ്ങളെയും ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങളിലെ കർശനമായ നീതിന്യായ വ്യവസ്ഥകളുമാണ് ഇത്തരം സാഹചര്യത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിലേക്ക് മാറുമ്പോൾ പാസ്പോർട്ട് തടഞ്ഞു വെക്കുന്നത് ഒരു മാനദണ്ഡമായി മാറിയിരിക്കുന്നുവെന്നും പല ഇന്ത്യക്കാരും തങ്ങളുടെ പാസ്പോർട്ടുകൾ തൊഴിലുടമ പിടിച്ചെടുക്കുന്നതായും പലപ്പോഴും വേതന പേയ്മെന്റുകൾ വൈകുന്നതായും പരാതിപ്പെടുന്നുവെന്നും ഇത് മറ്റൊരു ദേശത്തു പോയി നിൽക്കുമ്പോൾ പലരിലും മാനസികമായ പ്രശ്നങ്ങളും സൃഷ്ടിക്കാനിടയാക്കുന്നുവെന്നും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിലെ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പ്രോഗ്രാമിലെ ഡെപ്യൂട്ടി ഡയറക്ടറും ഫെലോയുമായ കബീർ തനേജ ചൂണ്ടിക്കാട്ടുന്നു.
പുറം രാജ്യങ്ങളിൽ പെട്ടുപോകുന്ന പൗരന്മാർക്ക് ആവശ്യമുള്ള നിയമസഹായങ്ങളെല്ലാം നൽകാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കാര്യമായി ശ്രമിക്കാറുണ്ടെങ്കിലും നമ്മുടെ നിയമങ്ങളെക്കാൾ 10 ഇരട്ടി പവറാണ് അറേബ്യൻ രാജ്യങ്ങളിലെ നിയമങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഇളവുകളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതിപ്പോൾ വധശിക്ഷയാണ് വിധിച്ചതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കൊലപാതക കേസുകൾക്ക് പരമാവധി വധശിക്ഷ തന്നെയാണ് അവിടുത്തെ നിയമങ്ങൾ അനുശാസിക്കുന്നത്. പുറത്തു പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ശക്തമായൊരു ധാരണ വേണമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം കേസുകൾ നൽകുന്നത്.